എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ ഈ പ്രഭാഷണം കേട്ടിട്ട് എനിക്ക് എൻ്റെ ഒരു സഹോദരൻ അയച്ച ഒരു വോയിസ് ക്ലിപ്പ് എന്നെ വല്ലാതെ സ്വാധീനിച്ചു. തൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലും വിറയാർന്ന വാക്കുകളിലെ ആ ദുഃഖവും ഞാൻ വായിച്ചെടുത്തു. തൻ്റെ ജീവിതത്തിൽ ധാരാളം മനുഷ്യരെ കണ്ടിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നമുക്കൊന്ന് ചാരി നിൽക്കുവാൻ ആരെങ്കിലുമൊക്കെ ഒന്ന് വേണം എന്നുള്ളത് ആ മനുഷ്യൻ എന്നെ ആ ശബ്ദത്തിലൂടെ പഠിപ്പിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ചില സന്ദർഭങ്ങളിൽ നമ്മുടെ വാക്കുകൾക്ക് വളരെ നാം പ്രതീക്ഷിക്കുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടി ശക്തി ഉണ്ടെന്നുള്ളത് ഇങ്ങനെയുള്ള മറുപടികളിലൂടെയാണ് നാം മനസ്സിലാക്കുന്നത്. ആ പ്രിയപ്പെട്ടവന് എൻ്റെ വാക്കുകൾ, ഞാൻ ഉന്നതനായിട്ടല്ല, ഞാൻ നിങ്ങളെക്കാട്ടിൽ ചെറിയവനാണ്, ആ വാക്കുകൾക്ക് ഒന്ന് സ്പർശിക്കുവാൻ കഴിഞ്ഞല്ലോ എന്നോർത്തപ്പോൾ എൻ്റെ ഉത്തരവാദിത്തം ഏറുന്നല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം തോന്നി. നമുക്കെല്ലാം അത് കഴിയും. നാം ഒന്ന് തുനിഞ്ഞു നിറങ്ങിയാൽ മതി. നമ്മെ തേടി നമ്മുടെ അടുത്തേക്ക് വരുന്നവരെ നാം എപ്രകാരമാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്താൽ മാത്രം മതി. പലപ്പോഴും നമ്മുടെ ഫോർമാലിറ്റീസ് ഒക്കെ ആയിട്ട് അങ്ങ് മാറുമ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് സ്നേഹം വേണ്ടതുപോലെ പ്രകടിപ്പിക്കുവാനോ വാക്കുകൾ ഹൃദയത്തിൽ തട്ടുന്നത് പോലെ പറയുവാനോ ഒന്നും നമുക്ക് കഴിയാറില്ല. എന്തൊക്കെയോ നമ്മളൊന്ന് കാട്ടിക്കൂട്ടുന്നല്ലാതെ നമ്മളിൽ എന്ത് സ്നേഹത്തിൻ്റെ വികാരമുള്ള, ഗന്ധമുള്ള, മണമുള്ള വാക്കുകൾ നമ്മൾ എന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞാൽ നമ്മിലേക്ക് ആ സ്നേഹവും അതിൽ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച സാന്ത്വനവും നമുക്ക് മനസ്സിലാക്കി തരും. നമ്മെ അതിനാണ് വിളിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാം തിരഞ്ഞെടുക്കപ്പെട്ട ചോസൻ വ്യക്തികളാണെന്നുള്ള ബോധ്യം നമ്മളിൽ വന്നാൽ പിന്നെ നമ്മെ തേടി അനേകർ വരാനിരിക്കും, വന്നുകൊണ്ടേയിരിക്കും. ദൈവം അതാ നമ്മളിന്ന് ആഗ്രഹിക്കുന്നു. നമ്മെ ദൈവം ഒരു മീഡിയമായി ഉപയോഗിക്കുകയാണ്. അവിടുത്തെ കൈകളിൽ ഇണങ്ങിയ ഒരു ആയുധമായിട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മിലേക്ക് വരുന്നവരൊക്കെ ആ ആശ്വാസം കണ്ടെത്തുവാനായി ദൈവത്താൽ ഐക്യപ്പെടുന്നവരായി മാറും. ഈ ദിവസങ്ങളിൽ അനേകർ അങ്ങനെ നിങ്ങളുടെ അടുത്ത് വരട്ടെ, എൻ്റെ അടുത്ത് വരട്ടെ. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, ഒരു സ്പർശനം കൊണ്ട്, ഒരു വാക്ക് ആശ്വാസമാണ് നമുക്ക് കഴിയാൽ. അതിലപ്പുറമായ സന്തോഷം മറ്റൊന്നില്ല. അത് കൊടുക്കുവാൻ നിങ്ങൾക്കും എനിക്കും സർവശക്തനായ ദൈവം അവസരം ഒരുക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. God bless you.